നമസ്കാരം. ഞങ്ങളിന്നിവിടെ എത്തിയിട്ടുള്ളത് മൾട്ടിപർപ്പസ് അഗ്രികൾച്ചർ റോബോട്ട് എന്ന് പറഞ്ഞൊരു മൊബൈൽ മാനിപ്പുലേറ്ററുമായിട്ടാണ്. ഇതൊരു പ്രൊഡക്റ്റായി ഡെവലപ്പ് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിവിടെ ഒരു 3 പേരുടെ ടീമായിട്ടുള്ള ആണ് എത്തിയിട്ടുള്ളത്. എൻ്റെ പേര് അനന്തകൃഷ്ണൻ, എന്നോടൊപ്പം ഉള്ളത് ദേവനാരായണനെ, അഭിഷേക്. ഞങ്ങൾ 3 പേരും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റോബോട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കളകളുമായി ബന്ധപ്പെട്ട പ്രശ്നവും അതുപോലെ തന്നെ ഈ കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം നമ്മൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നം, അതുമൂലമുണ്ടാകുന്ന വായു, ജല, മണ്ണ് മലിനീകരണങ്ങളും അതിനെല്ലാം പുറമെ ഈ നമ്മൾ നടുന്ന ചെടികൾക്ക് വരുന്ന പല അസുഖങ്ങൾ കാരണം നമ്മളുടെ മൊത്തം വിളവിനെ അത് ബാധിക്കും. ഇതെല്ലാമാണ് നമ്മളുടെ ഈ കൃഷിയുടെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടുന്ന കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇതിനെല്ലാം കൂടെ ഒരു സൊല്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ ഒരു മൾട്ടിപർപ്പസ് റോബോട്ടിക് ആം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ ഡിസൈൻ ചെയ്തതായിരുന്നു ഈ റോബോട്ട്. അതിൽ നമ്മളൊരു ഗാൻട്രി സിസ്റ്റം റോബോട്ട്, അതിൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇത് XYZ ആക്സിസ് വഴി മൂവ് ചെയ്ത് നമ്മുടെ കളയെ ലൊക്കേറ്റ് ചെയ്തിട്ട് അത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് കള ഏതാണ് വിള ഏതാണെന്ന് വേർതിരിച്ചറിഞ്ഞ് ആ കളയെ മാത്രം പ്ലക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിസൈസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഈ എൻഡ് എഫക്ടറിലൂടെ നമ്മൾ പ്രിസൈസായിട്ട് റിക്വയർഡായ എമൗണ്ടിൽ മാത്രം കറക്റ്റ് എവിടെയാണോ കീടനാശിനി അടിക്കേണ്ടത് അവിടെ മാത്രം കീടനാശിനി അടിക്കുകയും ചെയ്യും ഈ റോബോട്ട്. അതിനും പുറമെ നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് ഈ നമ്മളുടെ ഈ ചെടികളെ അവർ മോണിറ്റർ ചെയ്ത് അത് സ്റ്റഡി ചെയ്ത് അതിലെന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ, ഇലകളിൽ എന്തെങ്കിലും ഫംഗസ് ബാധിച്ചിട്ടുണ്ടോ എന്നെല്ലാം വേർതിരിച്ചറിഞ്ഞ് ആ അസുഖത്തിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് കർഷകന് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കർഷകന് അതിനെപ്പറ്റി വേണ്ട മരുന്നും മറ്റ് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം മാറ്റി നിർത്തി നമുക്ക് കൂടുതൽ വിളവെടുപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ റോബോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സോളാർ പവേർഡാണ്. മാത്രമല്ല ഇത് ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെപ്പറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അധികം ചിലവുകളൊന്നും വരുന്നില്ല. മാത്രമല്ല പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടാണ് ഇതിൻ്റെ പ്രധാനമായി വരുന്നത്. മെഷീൻ ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളിത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവ എല്ലാം കറക്റ്റായിട്ട് നമ്മളുടെ ഈ കൃഷിയിടങ്ങളിൽ ഇതിനെ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് മൂവ് ചെയ്ത് ചെന്ന് കളകളെ പറിച്ച് കളഞ്ഞ് അതിനെ മാറ്റി അത് മുന്നോട്ട് പോകും. പിന്നെ നമ്മളിത് ഫീൽഡിൽ എത്തിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി റോബോട്ട് തന്നെ അത് നോക്കിക്കോളും. ഇതിൽ നമ്മൾ ഗൈറോ സെൻസേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പല ടെറൈൻസിലൂടെയും നല്ല സ്റ്റേബിളായി തന്നെ പോയിക്കോളും. ഇത് മറിഞ്ഞു വീഴുമെന്നുള്ള പ്രശ്നമോ അതോ എവിടെയെങ്കിലും സ്റ്റക്കാവും എന്നുള്ള പ്രശ്നമില്ല. എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തന്നെ ഇതെല്ലായിടവും കവർ ചെയ്ത് നമുക്ക് പാടത്ത് വേണ്ടാത്ത എല്ലാ കളകളെയും ഒഴിവാക്കി നമുക്ക് വേണ്ട എല്ലാ പെസ്റ്റിസൈഡ്സും എല്ലാം വളരെ കുറച്ച് അളവിൽ വെറുതെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ പാടശേഖരങ്ങളുടെ മുകളിലൂടെ ചെന്ന് ഒരുപാടധികം കീടനാശിനി അടിച്ച് വെറുതെ കീടനാശിനി ചിലവാക്കുകയും അതുപോലെ മണ്ണും വെള്ളവും എല്ലാം പൊല്യൂട്ടാക്കുന്നതും സാഹചര്യം ഒഴിവാക്കി നല്ല പ്രിസൈസായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഈ റോബോട്ട് വഴി സാധിക്കും. ഇതിൻ്റെ ടെക്നിക്കൽ പരമായുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിന് വേണ്ട എല്ലാ ടെക്നോളജിയെ പറ്റി നമ്മൾ വിശദമായി പഠിച്ച് റിസർച്ച് നടത്തി അതിൻ്റെ എല്ലാ അനാലിസിസുകളും എല്ലാം ചെയ്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പൂർണ്ണ രൂപം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫണ്ട് കിട്ടുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് ഇത് പ്രവർത്തനം തുടങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ലാക്ക് ഓഫ് മാനുവൽ ലേബർ. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ റോബോട്ടിനെ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് എഫിഷ്യൻസിയാണ്. അതായത് ഒന്നിലധികം ജോലി ഈ മെഷീൻ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ കീടനാശിനി അടിക്കുന്നതിന് വേറെ ആളെ, കളപറിക്കുന്നതിന് വേറെ ആളെ, അതുപോലെ രോഗം തിരിച്ചറിയാൻ വേറെ ആളെ വിളിച്ച് കൃഷിയിടങ്ങളിലൂടെ നടത്തിക്കുന്നതിന് പകരം ഇതിനെല്ലാം ഒരു മെഷീൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കർഷകൻ ചെയ്യേണ്ട ജോലിയും അവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇതിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനുവൽ ലേബർ കിട്ടാനുള്ള സാധ്യത തന്നെ ആൾക്കാരിത് കൂടുതലായിട്ട് മേടിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ കൃഷിഭവൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അവരത് മേടിച്ച് ഈ കർഷകർക്ക് അത് റെൻറ്റിന് കൊടുക്കുന്നൊരു സ്കീം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിത് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇതിൻ്റെ റവന്യൂ കിട്ടാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് സെയിൽ വഴിയും അതുപോലെ ആനുവൽ മെയിൻ്റനൻസ്
ഫീസ് പോലുള്ള സ്കീമുകൾ വഴിയാണ് നമ്മളെ സ്റ്റാർട്ടപ്പിലേക്ക് മെയിനായിട്ട് വരുമാനം വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ്, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സാണ്. ഇത് എത്ര വലിയ കൃഷിയുടെ ഉള്ള ആൾക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഗവൺമെൻറ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കൃഷി ഭവൻ, അഗ്രികൾച്ചർ കോളേജുകൾ, ഇതുവരെയാണ് നമ്മുടെ മറ്റ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. പിന്നെ ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി ആണ്. പിന്നെ ഇതിൻ്റെ പ്രിസിഷൻ, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ലോങ് ടൈമിലാണെന്ന് മാത്രം. പിന്നെ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് സെയിൽ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും അതുപോലെ മറ്റ് ഡീലേഴ്സുമായി പാർട്ട്ണർഷിപ്പ് വഴിയാണ് നമ്മളിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ ഇതിൻ്റെ കീ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. അവർ വഴി ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണെന്നാണ് നമ്മളുടെ സ്റ്റാർട്ടപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്.